മുസ്ലിം സമുദായത്തിൽ മതാചാരപ്രകാരം എന്ന ധാരണയിൽ നടക്കുന്ന ചേലാകർമ്മം ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണെന്നും പരാതിയിൽ ചൈൽഡ് ലൈൻ കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് പരാതി. ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് തെളിവുകൾ സഹിതം ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ആ ദൈവ സൃഷ്ടിക്ക് ഒരു കോട്ടം വരുത്തുക, ഒരു തിരിച്ചറിവ് ഇല്ലാത്ത കാലത്ത് തന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കേരള സ്റ്റേറ്റ് ചൈൽഡ് ലൈൻ കമ്മീഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈൻറ്റ് സമർപ്പിച്ചിരുന്നു. പക്ഷേ അവരത് യാതൊന്നും മുഖവിലക്കെടുക്കാതെ വളരെ സിമ്പിളായിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മതത്തിൽ തന്നെ പറയുന്നത് പിന്നെ ഒരു പ്രവാചകൻ 80ാമത്തെ വയസ്സിലാണ് ഈ ഒരു ചേലാകർമ്മം ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും 80 വേണ്ട, ഈ കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയാവുന്ന കാലം വരെ 18 വയസ്സിന് ശേഷം വേണമെങ്കിൽ ഈ കുട്ടി അത് ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ മറ്റേ ഇപ്പം ചെയ്യുന്ന ഈ കാര്യങ്ങൾ മതപരമല്ല, തീർത്തും ഖുർആൻ വിരുദ്ധമാണ്. പിന്നെ മതപരമായ യാതൊരു അടിസ്ഥാനവും അത് കാണാൻ സാധിക്കുകയില്ല. വിവരങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ചേർന്നുണ്ട്. അനഘ, ചേലാകർമ്മം ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണെന്നുള്ള പരാതി, അതിൽ ചൈൽഡ് ലൈൻ കമ്മീഷൻ നടപടി എടുത്തില്ല എന്നാണ് ഇപ്പോൾ ബാലുശ്ശേരി സ്വദേശിയായ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി തെളിവുകൾ സഹിതം ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? നിഖിൽ, ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ഷഫീഖ് അലി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അബ്ദുള്ള ഷഫീഖ് അലി ബാലാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നടക്കുന്ന ഈ ചേലാകർമ്മം അതൊരിക്കലും ഇസ്ലാമികമല്ല. ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടി അത് ഏറ്റവും മഹത്തരമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിയിൽ മറ്റൊരു മാറ്റവും വരുത്താൻ മനുഷ്യന് അവകാശമില്ലെന്ന് ഖുറാനിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ഈ അബ്ദുള്ള ഷഫീഖ് അലി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിക്ക് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ കാക്കൂരിൽ 2 വയസ്സും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ചേലാകർമ്മത്തിനിടെ മരണപ്പെട്ടിരുന്നു. ഇതുപോലെ തന്നെ ഇടുക്കിയിലും ഇത്തരത്തിൽ 1 മാസം പ്രായമായ കുഞ്ഞ് ചേലാകർമ്മം നടത്തുന്നതിനിടയിൽ മരണപ്പെടുന്ന ഒരു സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ബാലാവകാശ കമ്മീഷന് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. വെറും ഒരു പരാതി ആയിരുന്നില്ല അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഖുറാനിലുള്ള ഈ വചനങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് മതപരമല്ല എന്ന് പ്രതിപാദിക്കുന്ന തെളിയിക്കുന്ന കാര്യങ്ങൾ അടക്കമായിരുന്നു ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായി ചേലാകർമ്മം എന്ന് പറയുന്നത് അത് ബാലാവകാശ ലംഘനമാണ്. കുട്ടികൾക്ക് 18 വയസ്സാകുമ്പോൾ മാത്രം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നടത്തേണ്ട ഒരു കർമ്മമാണ് ഇത്. മതത്തിന്റെ ഒരു മേലങ്കിയും ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷെ ഈ പരാതിക്ക് മേൽ ഒരു നടപടിയും ബാലാവകാശ കമ്മീഷൻ എടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. അതായത് ഈ പരാതിക്ക് ഒരു റിപ്ലൈ പോലും ഈ ബാലാവകാശ കമ്മീഷൻ കൊടുത്തിട്ടില്ല. അതൊരു ഏത് രീതിയിൽ ഇതിൽ ഇടപെടൽ നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് മാത്രമേ ഒരു ഒറ്റ വാക്കിൽ ഒരു റിപ്ലൈ കൊടുത്തുകൊണ്ട് ഈ പരാതിക്ക് ഒരു രീതിയിലുള്ള മറുപടിയും നൽകാത്തൊരു സമീപനമാണ് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തുടരെ 2 മരണങ്ങൾ, അതും 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ഷഫീഖ് അലി ചേലാകർമ്മം മതപരമല്ല, ഇസ്ലാമികമല്ല, ഖുറാനിൽ അത്തരത്തിലൊരു പ്രതിപാദനം ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുറാനിലെ ഈ വചനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ ഒരു പരാതി ഈ ബാലാവകാശ കമ്മീഷന് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പരാതിയിൽ എതിർകക്ഷിയായി ഇദ്ദേഹം ചേർത്തിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയിട്ടുള്ള സംഘടനകളെയാണ് ഈ പരാതിയിൽ എതിർകക്ഷിയാക്കി ഇദ്ദേഹം ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ പരാതിക്ക് ഒരു നടപടിയും ബാലാവകാശ കമ്മീഷൻ എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. എന്തായാലും ഈ പരാതി കൊണ്ട് മാത്രം തീരുന്നില്ല, തുടർന്നും ഇത്തരത്തിൽ പരാതി സമർപ്പിക്കും. നീതി ലഭിക്കുന്നത് വരെ ഇതിന്റെ പുറകെ ഉണ്ടാകും എന്നുകൂടിയാണ് ഈ ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള ഷഫീഖ് അലി പറയുന്നത്. നിഖിൽ.